ശരിയോ തെറ്റോ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. നിങ്ങളുടെ ശരി തെറ്റുകളിൽ നിന്നാണ് നിങ്ങളുടെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത്. ശരി തെറ്റുകൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഞാൻ ആദ്യം ചോദിക്കുന്നു കൃഷ്ണകുമാറിനോടാണ് ചോദ്യങ്ങൾ, ശ്രദ്ധിച്ചു കേൾക്കുക. നായ്ക്കൾക്ക് ചോക്ലേറ്റ് വിഷമാണ്. തെറ്റ്. പാർലമെന്റ് അംഗമാവാൻ അമേരിക്കയിൽ ബിരുദം നിർബന്ധമാണ്. തെറ്റ്. ചക്ക വീണാൽ മുയൽ ചാവില്ല. തെറ്റ്. മോഹൻലാലായി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുള്ളത് കെ കരുണാകരനാണ്. ശരി. എത്ര ശരികളും എത്ര തെറ്റുകളും ഉണ്ട്. കൃഷ്ണകുമാറിനെ ഭാഗ്യം തുണയ്ക്കുമോ? ഇതെല്ലാം നമുക്ക് പുരുഷനോട് ചോദിച്ചറിയാം. പുരുഷു, എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, നായ്ക്കൾക്ക് ചോക്ലേറ്റ് വിഷമാണ്. കൃഷ്ണകുമാർ തെറ്റ് എന്ന് പറഞ്ഞു, അത് ശരിയാണ്. ഇടയ്ക്ക് നമ്മൾ നായ്ക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും, ഇപ്പം നമ്മൾ പല വിഷങ്ങളും നമ്മൾ കഴിക്കുന്നു, നമ്മൾ ചാകുന്നില്ലെങ്കിൽ പോലും നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം ചോക്ലേറ്റ് വിഷമാണ്. അത് അതിൻ്റെ നെർവ് സിസ്റ്റത്തെയും ഹാർട്ടിനെയും ബാധിക്കും. ഡോഗ്സ് പോയിസൺ എന്നൊരു പേരും കൂടെ ചോക്ലേറ്റിനുണ്ട്, നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. ചോക്ലേറ്റ് നായ്ക്കൾക്ക് വിഷമാണ്. പാർലമെന്റ് അംഗമാവാൻ അമേരിക്കയിൽ ബിരുദം നിർബന്ധമാണ് എന്ന് ഞാൻ പറഞ്ഞു, അത് താങ്കൾ തെറ്റ് എന്ന് പറഞ്ഞു, അത് തെറ്റ് തന്നെയാണ്. 10 മാർക്ക്. അമേരിക്കയിൽ അങ്ങനെ ഒരു നിയമമില്ല. ഏകദേശം ഒരു രാജ്യത്തും അങ്ങനെ നിയമങ്ങളില്ല, പക്ഷേ ലോകത്ത് ഒരു രാജ്യത്ത് മാത്രം അങ്ങനെ ഒരു നിയമമുണ്ട്. അത് ഭൂട്ടാനിലാണ്. ഭൂട്ടാനിൽ ബിരുദം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാർലമെന്റ് അംഗമാവാൻ പറ്റുള്ളൂ. വേറെ ഒരു രാജ്യത്തിലും ഈ നിയമമില്ല. ചക്ക വീണ മുയൽ ചാവില്ല എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ തെറ്റ് എന്ന് പറഞ്ഞു, അത് തെറ്റ് തന്നെയാണ്. 10 മാർക്ക്. ഒരു സംശയം വേണ്ട, ചക്ക വീണ മുയൽ പ്ലിങ്ങിപ്പോവും. ഇത്രയും വലിയ ചക്ക വേണം, മനുഷ്യൻ ചെത്തവും, പിന്നെ മുയലിൻ്റെ പുറത്ത് ചക്ക വീണല്ല. അതിന് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. മോഹൻലാലായി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ശരി എന്ന് പറഞ്ഞു, അത് ശരി തന്നെയാണ്. 10 മാർക്ക്. ഏതാണ് ആ പടം? പാർവതി ഏതാ പടം? മനുവങ്കിൾ. വേറൊരു പടം കൂടെ പറയൂ. കടൽ കിടന്നൊരു മാത്തുക്കുട്ടി. അങ്ങനെ കുറെ പടങ്ങളിൽ അദ്ദേഹം അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിട്ടിരുന്നത് കെ കരുണാകരനാണ് എന്ന് ഞാൻ പറഞ്ഞു, താങ്കൾ ശരി എന്ന് പറഞ്ഞു, അത് തെറ്റാണ്. കെ നായനാരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിട്ടിരുന്നത്. 11 വർഷത്തോളം അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ താങ്കൾ കിട്ടിയ മാർക്ക് 30 മാർക്ക്. ഞാൻ ചോദ്യം ചോദിക്കാൻ പോകുന്നത് പാർവതിയോടാണ്. പാർവതി ശ്രദ്ധിച്ച് കേൾക്കുക, ശരിയും തെറ്റും മാത്രം പറയുക. ജീവിതകാലം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന മൃഗമാണ് ചീറ്റ. ഇന്ത്യയിൽ യുദ്ധ ടാങ്ക് നിർമ്മിക്കുന്നില്ല. മഴയില്ലാത്തപ്പോൾ മഴവിൽ ഉണ്ടാകില്ല. സാധാരണയായി പേപ്പർ ഉണ്ടാക്കുന്നത് സസ്യങ്ങൾ ഉപയോഗിച്ചാണ്. അന്റാർട്ടിക്കയിൽ പോസ്റ്റ് ഓഫീസുകൾ ഉണ്ട്. പാർവതിയുടെ ശരി തെറ്റുകളുടെ കണക്കിലോട്ട് നമുക്കൊന്ന് പോവാം. നമ്മൾ സ്വർഗത്തിന്റെ വാതിക്കൽ ഒരു കണക്ക് പുസ്തകം വെച്ചിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളും തെറ്റുകളും ഒക്കെ നോക്കാൻ എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ. പുരുഷമാണ് ഇതെല്ലാം നോക്കുന്നത്. പുരുഷ പറയുന്ന പോലെ നമുക്ക് നോക്കാം. ജീവിതകാലം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന മൃഗമാണ് ചീറ്റ എന്ന് ഞാൻ പറഞ്ഞു, അത് ശരി എന്ന് പറഞ്ഞു, അത് തെറ്റാണ്. ചീറ്റപ്പുലിയൊക്കെ മരത്തിന്റെ മുകളിൽ കയറി കിടന്ന് റെസ്റ്റ് എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഫോട്ടോ കിട്ടുമല്ലോ. ചീറ്റ ഇഷ്ടംപോലെ സ്ഥലത്ത് കിടക്കും. ജീവിതകാലം മുഴുവൻ സഞ്ചരിക്കാൻ നിന്ന് ചീറ്റയുടെ ഒക്കെ കാല് വേനെടുത്ത് ആകെ പ്രശ്നമാവും. വിൽഡ് ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് ആഫ്രിക്കയിലുള്ളത്. അതൊരു കാട്ടെരുമയാണ്. അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അത് ലക്ഷക്കണക്കിന് കാട്ടെരുമകൾ ഒന്നിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ടാൻസാനിയ, കെനിയ, ഇവിടെയൊക്കെയുള്ള മസൈ മാര എന്ന് പറയുന്ന ദേശീയോദ്യാനത്തിലൊക്കെ ഇതുണ്ട്. ഇതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇണ ചേരുന്നതും മരിക്കുന്നതും കുഞ്ഞുങ്ങളുണ്ടാകുന്നതും നടക്കുന്നതെല്ലാം എല്ലാം ഇതിൻ്റെ ഒരു യാത്രയിൽ കൂടെ തന്നെയാണ്. ചീറ്റ ഇതിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. ഇത് വരുമ്പോൾ ചീറ്റ പതുങ്ങിയിരുന്ന് പിടിച്ച് കൊന്ന് തിന്നുകളയും. മുതലയും ഇതുപോലെ കാത്തിരിക്കും. ഇവർ വെള്ളം കുടിക്കാൻ വരുമ്പോഴൊക്കെ ഇവർക്കറിയാം, അങ്ങനെ കാത്തിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ യുദ്ധ ടാങ്ക് നിർമ്മിക്കുന്നില്ല എന്ന് പറഞ്ഞു, അപ്പോൾ താങ്കൾ തെറ്റ് എന്ന് പറഞ്ഞു, അത് തെറ്റ് തന്നെയാണ്. കാരണം ദക്ഷിണേന്ത്യയിൽ തന്നെ ബാറ്റൺ ടാങ്ക് നിർമ്മിക്കുന്നുണ്ട്. ചെന്നൈക്കടുത്ത് ആവടിയിൽ ബാറ്റൺ ടാങ്കുകൾ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. ഒപ്പം വേറൊരു വലിയ അത്ഭുതം പറഞ്ഞുതരാം. മഴനീർ തുള്ളികൾ പാടിയ, അല്ലെങ്കിൽ എത്രയോ മനോഹര ഗാനങ്ങൾ മലയാളിക്ക് വേണ്ടി പാടി തന്നിട്ടുള്ള, സംഗീത ലോകത്ത് 10-33 വർഷങ്ങൾ പൂർത്തിയാക്കിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ ഉണ്ണി മേനോൻ. ആ മുഖം കണ്ടാൽ പറയോ, ആദ്യം ബാറ്റൺ ടാങ്ക് ഫാക്ടറിയിലായിരുന്നു പുള്ളിക്ക് ജോലി. കേട്ടല്ലോ. അത് കഴിഞ്ഞാലും ഞാൻ ചോദിച്ചു മഴയില്ലാത്തപ്പോൾ മഴവിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞു, അത് ശരിയാണ് താങ്കൾ പറഞ്ഞത്, പക്ഷേ അത് തെറ്റാണ്. മഴയില്ലാത്തപ്പോഴും മഴവിലുണ്ടാവും. ചിലപ്പോൾ 4 മണി വെയിലത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു മഴവിലുണ്ടായി നിൽക്കും. മഴവിലിന് മുമ്പോ ശേഷമോ ഒരു മഴ ഉണ്ടായിക്കൂടാ എന്നില്ല. പക്ഷേ അന്തരീക്ഷത്തിലുള്ള ജലകണങ്ങളിൽ വെയിൽ തട്ടി പ്രകാശിക്കുമ്പോഴാണ് അത് മഴവില്ലായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് മഴവില്ലുണ്ടാവാൻ മഴ വേണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സാധാരണയായി പേപ്പർ ഉണ്ടാക്കുന്നത് സസ്യങ്ങൾ ഉപയോഗിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞു, അത് ശരിയെന്ന് പറഞ്ഞു, അത് ശരി തന്നെയാണ്. 10 മാർക്ക്.
ഇപ്പോൾ പഴന്തുണി ഉപയോഗിച്ച് ഒരു പേപ്പർ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വനനശീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പേപ്പർ ഉണ്ടാക്കലാണ്. ഇപ്പോഴും വലിയൊരു വിഭാഗം പേപ്പർ ഉണ്ടാക്കുന്നത് സസ്യങ്ങളും മരങ്ങളും ഉപയോഗിച്ച് തന്നെയാണ്. അന്റാർട്ടിക്കയിൽ പോസ്റ്റ് ഓഫീസുകൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തെറ്റ് എന്ന് പറഞ്ഞു. അത് ശരിയാണ്. അന്റാർട്ടിക്കയിൽ ജനവാസം കുറവായതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കത്തയപ്പ് കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ ഫോണൊക്കെ വന്നപ്പോൾ കുറച്ച് കുറഞ്ഞു. എങ്കിൽ പോലും അവിടെ ഗവേഷണത്തിന് പോകുന്നവർ എല്ലാ രാജ്യക്കാരും ഒരു കൗതുകത്തിന് അവിടെ പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് അവിടുത്തെ സ്റ്റാമ്പ് മേടിച്ച് അയക്കാറുണ്ട് പുറത്തേക്ക്. ഇന്ത്യക്കും അവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. ഗംഗോത്രി PO എന്നുള്ളൊരു പോസ്റ്റ് ഓഫീസ് അവിടെ തുടങ്ങിയത്. അറിവ് അത് മഞ്ഞിടിച്ചിലെല്ലാം കണ്ട് വീണ് പോയി എന്നുള്ളതാണ്. ഗംഗോത്രി PO എന്ന് പറയുന്നത് അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ പോസ്റ്റ് ഓഫീസായിരുന്നു. അപ്പോൾ താങ്കൾക്ക് കിട്ടിയ മാർക്ക് 20 മാർക്ക്. കൃഷ്ണകുമാറിന് കിട്ടിയത് 30 മാർക്ക്. കൃഷ്ണകുമാറിന് 30, പാർവതിക്ക് 20. 30ഉം 20ഉം. ഇനിയാണ് നമ്മളുടെ മത്സരം. 20 മേടിച്ചാൽ പാർവതിയായിട്ട് ടൈ, 30 മേടിച്ചാൽ കൃഷ്ണകുമാറുമായിട്ട് ടൈ, 40 മേടിച്ചാൽ നേരിട്ട് അകത്തേക്കായി. ഒരുപാട് സംഘർഷങ്ങൾ ഇനിയുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. പെട്ടെന്ന് ശരിയോ തെറ്റോ എന്ന് മാത്രം പറയുക. MGR മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ശരി. ഏഷ്യൻ പ്രൊഫഷണൽ ബോക്സിംഗ് കിരീടം നേടിയ ഇന്ത്യൻ താരമാണ് ധാരാ സിംഗ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കാണ് പാക് ജലസന്ധി. ഏറ്റവും പുരാതനമായ ഇതിഹാസമാണ് രാമായണം. കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്നത് പശ്ചിമ ബംഗാളാണ്. അടുത്തതായി എങ്ങനെ നിങ്ങൾ മത്സരിച്ചു എന്ന് നമുക്ക് പുരുഷനോട് ചോദിക്കാം. ഞാൻ ആദ്യം ചോദിച്ചത് MGR മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിയെന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്. 10 മാർക്ക്. ഏതാണ് സിനിമ എന്നറിയാവോ? അറിയില്ല. ഊഹം വെച്ചടിച്ചതാണ്. അഭിനയിച്ചിട്ടുണ്ടെന്നറിയാം, പക്ഷേ സിനിമ അറിയില്ല. സിനിമ എത്ര സിനിമയെന്നറിയാവോ? ഒറ്റ സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ. ജനോവ എന്നാണ് ആ സിനിമയുടെ പേര്. 1953 അത് റിലീസായത്. നാഗൂർ എന്നാണ് സംവിധായകന്റെ പേര്. MS വിശ്വനാഥനായിരുന്നു ആ സിനിമയുടെ സംഗീത സംവിധാനം ചെയ്തത്. ഒറ്റ സിനിമയിൽ MGR മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട് 53. ഏഷ്യൻ പ്രൊഫഷണൽ ബോക്സിംഗ് കിരീടം നേടിയ ഇന്ത്യൻ താരമാണ് ധാരാ സിംഗ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ തെറ്റ് എന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്. 10 മാർക്ക്. ആരാണ് ഏഷ്യൻ ചാമ്പ്യനായ ഇന്ത്യക്കാരെന്ന് പറയുക? വിജേന്ദ്ര സിംഗ്. അത് ശരിയാണ്. തുടർച്ചയായ 7 വിജയങ്ങളാണ്. അത് വിജേന്ദ്ര സിംഗ് ആദ്യം പറയാൻ സാധ്യതയില്ലാത്ത ഉത്തരവാണ് നിങ്ങൾ പറഞ്ഞത്. അതിനൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ. വിജേന്ദ്ര സിംഗ് തുടർച്ചയായിട്ട് 6 നോക്കൗട്ട്, 7ാമത്തേത് വിജയം. അതായത് ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹം ഏഷ്യൻ ചാമ്പ്യനായിട്ടുള്ളത്. ധാരാ സിംഗ് ആരെന്നറിയാലോ? നമ്മുടെ മുത്താരംകുന്ന് PO സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആള് ബോക്സിംഗുകാരനല്ല, ആള് ഗുസ്തിക്കാരനാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കാണ് പാക് ജലസന്ധി എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞു. അത് ശരിയാണ്. പാക് ബേ. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള ആ കുഞ്ഞ് കടലിടുക്കിന്റെ പേര് പാക് സ്ട്രേറ്റ് അഥവാ പാക് ബേ എന്നറിയപ്പെടുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കാണ്. ഏറ്റവും പുരാതനമായ ഇതിഹാസമാണ് രാമായണം എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ശരിയെന്ന് പറഞ്ഞു. അത് ശരി തന്നെയാണ്. 10 മാർക്ക്. രാമായണത്തിന് ആദികാവ്യം എന്നൊരു പേര് കൂടെയുണ്ട്. അത് മഹാഭാരതത്തെക്കാളും ഇലിയഡിനേക്കാളും ഒഡീസിയേക്കാളും എല്ലാം പഴക്കമുള്ള ഒന്നാണ് രാമായണം എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്നത് പശ്ചിമ ബംഗാളാണ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ശരിയെന്ന് പറഞ്ഞു. അത് തെറ്റാണ്. പൂർവ ബംഗാളാണ്. അതാണ് ഇന്നത്തെ ബംഗ്ലാദേശ്. മുമ്പ് കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അധികം വലിയ സംശയങ്ങളൊന്നുമില്ല. 2, 30ഉം 20ഉം ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കേണ്ടതില്ല. 20കാരിക്ക് പോന്നോളൂ. എന്ത് തോന്നുന്നു ഇപ്പോൾ? എന്തായാലും ഒരാൾ നോക്കണം, എന്തായാലും ജയിക്കണം. എനിക്ക് ഇവിടെ വന്നപ്പോൾ സന്തോഷം തോന്നി. ഇതൊക്കെ മാറിയിട്ട് വേറൊരു സംഭവം പറയും. പാട്ട് പാടും ചെറുതായിട്ട്. ഏത് പാട്ട് പാടും? ഏതാ ഓണപ്പാട്ട്? ഓണപ്പാട്ടിൽ താളം തുള്ളും അല്ലേ? ഓണപ്പാട്ടിൽ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളിയേ, നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും.
തിരുവോണമേ വരികില്ലേ നീ തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലിനി പൂച്ചിരിയോടെ തേൻ ചൊരിയൂ നീ. ലലലലലാ, ലലലലലാ, ലലലലലലലലാ.